നമസ്കാരം, ഞാൻ ജോബിൻ. സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. മക്കളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, സമയം എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത്, ഏതൊക്കെ ഹോട്ട് ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ പറഞ്ഞു തരാനായിട്ട് പോവാണ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സാമിനേഷന്റെ സിലബസ് തന്നെയാണ്. അതായത് എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാം ഓവർവ്യൂ എന്ന് പറയുന്നത് ഓബ്ജക്റ്റീവ് എക്സാമിനേഷനും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഇന്റർവ്യൂ കൂടെ ചേർന്നാണ്. നോർമൽ ഒരു PSC പരീക്ഷയ്ക്ക് ഓബ്ജക്റ്റീവ് എക്സാമിനേഷനും ഇന്റർവ്യൂ വരെ കാണും. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ KS മാത്രമാണുള്ളത്. കേരള PSC നടത്തുന്ന പരീക്ഷയല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതി നടത്തുന്ന പരീക്ഷയാണ്. അവിടെ ഓബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഓബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസം തന്നെയാണ് എന്നുള്ളതാണ്. ഓബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരൊറ്റ ദിവസം തന്നെയാണ്. ഓബ്ജക്റ്റീവ് കഴിഞ്ഞാൽ നേരെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓബ്ജക്റ്റീവിന് ഒരു കട്ട് ഓഫ് വരും. ആ കട്ട് ഓഫ് വെച്ചിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമേ വാല്യൂ ചെയ്യൂ എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ട് അവസാനം ഈ പറയുന്ന ഓബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് എടുക്കുക എന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണെങ്കിൽ 100 മാർക്കിന്റെ സിലബസ് ആണ്. അതിൽ 50 മാർക്ക് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, 50 മാർക്ക് വരുന്നത് എവിടെയാണ്? ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇനിയും ജനറൽ നോളജിലേക്ക് വന്നാലോ അവിടെ 40 മാർക്കാണ്. ജനറൽ നോളജ് 40 മാർക്കാണ്. അവിടെ ഹിസ്റ്ററി ചോദിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും, എക്കണോമിക്സ് ചോദിക്കാം, സയൻസ് വിഷയങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ചോദിക്കാം, ഐറ്റ് ചോദിക്കാം. അതേപോലുള്ള ടോപ്പിക്കുകളാണ് അവിടെ വരിക. മാത്സിലേക്ക് വരുമ്പോഴോ മാത്സ് 10 മാർക്കാണ് കേട്ടോ. മാത്സ് എത്ര മാർക്കാണ്? 10 മാർക്കാണ് വരിക. ക്ലിയർ അല്ലേ? അങ്ങനെ ആകെ 100 മാർക്കാണ് എന്ത് വരുന്നത്? ഓബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഓബ്ജക്റ്റീവ് എക്സാമിൽ വരിക. ഇനി ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അവിടെ 60 മാർക്കാണ്. അവിടെ പ്രീസെ പോലെയുള്ള ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് വരിക. 60 മാർക്കിനാണ് ചോദിക്കുക. 10 മാർക്കിന് ഇന്റർവ്യൂമാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഓബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും ഒരേ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. കാരണം ഒരേ ദിവസം തന്നെയാണ് 2 പേപ്പറും. അതുകൊണ്ട് ഓബ്ജക്റ്റീവിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ അതേ പ്രാധാന്യം തന്നെ ആർക്കും കൊടുക്കണം? ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനും കൊടുക്കണം എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ആ രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? പ്രിപ്പയർ ചെയ്യുമ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. 5 month പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. എന്താണ് 5 month പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? മക്കളെ, ഇനിയും ഏകദേശം എക്സാമിന് 5 മാസത്തെ സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു പക്ഷേ 3-4 മാസം മാത്രമേ എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നോട്ടിഫിക്കേഷൻ ഇനിയും ഒരു അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ഒരു 5 മാസമാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് വിചാരിക്കാം. മക്കളെ, അങ്ങനെയാണെങ്കിൽ 2 month, അതേപോലെ തന്നെ 2 month, then 1 month, ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി തിരിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, 2 മാസം 2 മാസം 1 മാസം. ആദ്യത്തെ 2 മാസം എന്ന് പറയുന്നത് പ്യുവർലി സിലബസിനെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഹൈക്കോടതി ഒരു കൃത്യമായ സിലബസ് പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന സിലബസ് വേണം പഠിക്കാൻ. നമുക്ക് ആകെ ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ. 50 മാർക്ക് ഓബ്ജക്റ്റീവ് ഇംഗ്ലീഷ് ആണ്. അവിടെ വൊക്കാബുലറിയും ജനറൽ ഇംഗ്ലീഷും ചോദിക്കും. 10 മാർക്ക് മാത്തമാറ്റിക്സ് ആണ്. അതേപോലെ തന്നെ 40 മാർക്ക് GK ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് ആ സിലബസിനെ അധികരിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈ പണി സൂപ്പർ നോട്ട്സ് നല്ല കൃത്യമായി വെടിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡെമോ ക്ലാസ്സിലേക്ക് പോയാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റിൽ, അവിടെ ഒരു ഡെമോ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് പരീക്ഷ, എങ്ങനെയാണ് പരീക്ഷ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഉൾപ്പെടെ എക്സാം പാറ്റേൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 2 മാസം എന്ന് പറയുന്നത് പ്യുവർലി സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പോവുക. അതിനുശേഷമാണ് ഈ സ്റ്റഡി എന്നതിനോടൊപ്പം തന്നെ റിവിഷനും മോക്ക് എക്സാമും ഒക്കെ കുറച്ചുകൂടി കാര്യമായിട്ട് വരേണ്ടത്. അത് 1ാമത്തെ സ്റ്റേജിൽ നടത്തണം. 2ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പോകണം. ലാസ്റ്റ് 1 month എന്ന് പറയുന്നത് പ്യുവർലി റിവിഷൻ ആൻഡ് എക്സാംസിന് വേണ്ടി മാത്രം മാറ്റി വെക്കാനായിട്ട് വരണം. പ്യുവർലി റിവിഷൻ ആൻഡ് എക്സാംസ്, റിവിഷൻ ആൻഡ് എക്സാംസിന് വേണ്ടി ലാസ്റ്റ് 1 month പ്യുവർ ആയിട്ട് മാറ്റി വെക്കാൻ പാടില്ല. ഇങ്ങനെ 2-2-1 എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് മക്കളെ നമ്മൾ ഫോളോ ചെയ്യാൻ പോവുക.
വ്യക്തമായിട്ട് കേട്ടോടാ എന്താണ് ഈ സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു പോവേണ്ടത് എന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ 4.5 മണിക്കൂറുള്ള പൂളുകളായിട്ട് ഞാൻ ഓരോ ദിവസത്തെയും തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ദിവസത്തെയും, അതായത് ഒരു 5 മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഈ 5 മാസവും നിങ്ങൾ ഓരോ ദിവസത്തെയും 4.5 മണിക്കൂറിന്റെ പൂളുകളായി തിരിക്കാം. അപ്പൊ 1-ാം ദിവസം നിങ്ങൾക്ക് 4.5 മണിക്കൂർ കിട്ടും. ഈ 4.5 മണിക്കൂറിനെ വീണ്ടും 5 പൂളുകളായി തിരിക്കുക. ഓക്കെ, 5 പൂളുകളായിട്ട് ഈ 4.5 മണിക്കൂറിനെ തിരിക്കാനായിട്ട് പറയണം. അതിലെ ആദ്യത്തെ മണിക്കൂർ, ഈ 4.5 മണിക്കൂർ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം, നിങ്ങൾ അതനുസരിച്ച് 4.5 മണിക്കൂറിന് ഷിഫ്റ്റ് ചെയ്യും. ചിലപ്പോൾ രാവിലെ 5 മണി മുതൽ 7 മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും, അവിടെ 2 മണിക്കൂർ കിട്ടില്ലേ. രാത്രി ഒരു 9 മണി മുതൽ 11:30 വരെ പഠിക്കാൻ കിട്ടും, അപ്പൊ 2.5 മണിക്കൂർ കിട്ടില്ലേ. അങ്ങനെ നിങ്ങൾക്ക് 4.5 മണിക്കൂറിനെ എടുക്കാം. ഇനി അതല്ല എങ്കിൽ രാവിലെ നിങ്ങൾക്ക് 4.5 മണിക്കൂറും എടുക്കാം, 5 മുതൽ 9:30 വരെയുള്ള സമയം. ഇനി അല്ലെങ്കിൽ 5 മുതൽ 8 വരെ പഠിച്ചിട്ട് വൈകുന്നേരം 1.5 മണിക്കൂർ പഠിക്കാം. ഇത് ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വീട്ടമ്മമാരാണെങ്കിൽ എന്താ, വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സമയത്തെ 4.5 മണിക്കൂറായി കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ മുഴുവനായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10 മണിക്കൂർ വരെ പഠിക്കാൻ കിട്ടും. അപ്പൊ ഈ 4.5 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സമയം കൂടുതലിട്ട് അതനുസരിച്ച് 10 മണിക്കൂറാക്കി മാറ്റാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പം വ്യക്തമാണെങ്കിൽ മക്കളെ നമുക്ക് മുന്നോട്ട് പോകാം. 4.5 മണിക്കൂറിന്റെ ഒരു ദിവസത്തെ 5 പൂളുകളായി നമ്മൾ തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പൂള് 30 മിനിറ്റിന്റെ പൂളാണ്. ഇവിടെ നിങ്ങൾ ഡെയിലി കറണ്ട് അഫെയറിനും അതേപോലെ തന്നെ എഡിറ്റോറിയൽ, ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയലും കൂടി വായിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഡെയിലി കറണ്ട് അഫെയർ ആയിക്കോട്ടെ, ഹിന്ദു എഡിറ്റോറിയൽ ആയിക്കോട്ടെ, ഇത് എവിടെ കിട്ടുമെന്ന് ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാച്ചിൽ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF, ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തെയും വാർത്തകളെ ഡീറ്റെയിൽഡ് ആയിട്ട് തരുന്ന രീതിയിലുള്ള ഡെയിലി കറണ്ട് അഫെയർസ് നമ്മൾ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എഡിറ്റോറിയൽ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ആ എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരും. ഇത് ഞാൻ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകൾ, ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ വരും. അതുകൂടാതെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഡെയിലി കറണ്ട് അഫെയറിനെയും എഡിറ്റോറിയലിനെയും വേണ്ടി 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഒരു ദിവസത്തിന്റെ 1/2 മണിക്കൂർ. ദെൻ 1 മണിക്കൂർ, അടുത്തൊരു മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിനും വൊക്കാബുലറിക്കും വേണ്ടി മാറ്റിവെക്കണം. കാരണം മക്കളെ, നിങ്ങൾ ആദ്യത്തെ ഫേസിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷും വൊക്കാബുലറിയും പഠിക്കാൻ ശ്രമിക്കാം. ദെൻ സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ, സെക്കൻഡ് 2 മന്തിലേക്ക് വരുമ്പോൾ അവിടെ ഡിസ്ക്രിപ്റ്റീവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഇപ്പൊ നമ്മൾ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കുറച്ചുകൂടി കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് 2 മാസത്തിന് ശേഷമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും എല്ലാം കൂടെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ കൈ നിന്നു വരത്തില്ല. ആദ്യം നിങ്ങൾ 2 മാസം ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, വൊക്കാബുലറി നന്നായി പഠിക്കാം. ഡിസ്ക്രിപ്റ്റീവിന്റെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് 2 മന്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവിനുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതിനുശേഷം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിന് കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പറ്റും, ഇടാനും പറ്റും. അപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ പ്യുവർലി ഇംഗ്ലീഷിനും വൊക്കാബുലറിക്ക് വേണ്ടി മാറ്റിവെക്കാം. വൊക്കാബുലറി ഒരു ദിവസം പറ്റുമെങ്കിൽ മക്കളെ കുറച്ച് വൊക്കാബുലറി വാക്കുകൾ അങ്ങ് പഠിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ബാച്ചിലാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി തരുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും വൊക്കാബുലറി പഠിച്ചു പോയാൽ കുറേശ്ശെ വെച്ച് അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കുറെ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ബാച്ചിൽ കൃത്യമായി തരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, 1 അവറിൽ അതിനുശേഷമുള്ള 1 അവർ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ GK സബ്ജക്ട്സും ഹോട്ട് ടോപ്പിക്സും നോക്കണം. അവിടെ GK സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഹോട്ട് ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്? 51 ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ടോപ്പിക്കുകൾ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതി. അതിനുശേഷം നോക്കിയേ, 1 മണിക്കൂർ മാത്സ്, 10 മാർക്കേ ഉള്ളൂ. പക്ഷേ 13ഓളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മാത്സിലും റീസണിങ്ങിലുമായിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്സ് ആൻഡ് റീസണിങ്ങിന് വേണ്ടി 1 മണിക്കൂർ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. ലാസ്റ്റ് 1 അവർ റിവിഷനും എക്സാമിനും വേണ്ടി മാറ്റിവെക്കുക. മക്കളെ മസ്റ്റ് ആയിട്ട്, ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുകയാണ്, മസ്റ്റ് ആയിട്ട് നോക്കിയേ, ഈ 3.5 മണിക്കൂർ നിങ്ങൾ പഠിച്ച കാര്യം ഈ 1 മണിക്കൂറിൽ നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താൻ പാടില്ല. നിങ്ങൾ 3.5 മണിക്കൂർ എന്ത് പഠിച്ചാലും ആ കാര്യം ഉറപ്പായും 1 മണിക്കൂർ റിവൈസ് ചെയ്തിരിക്കണം. അന്ന് പഠിച്ചത്, അതിന് മുമ്പ് പഠിച്ചത് കൃത്യമായി റിവൈസ് ചെയ്തതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകാവൂ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയാണ് 4.5 മണിക്കൂർ. ഇത് വെച്ച് വേണം നിങ്ങൾ 4.5 മണിക്കൂർ പ്ലാൻ ചെയ്യാൻ. ക്ലിയർ അല്ലേ? 4.5 മണിക്കൂറിന്റെ സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. ഇനി ഇതില് ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ് മക്കളെ നോക്കി. സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് പ്രൊജക്ട്സ് ഹോട്ട് ടോപ്പിക്കാ, ഒരിക്കലും പഠിക്കാതെ പോകരുത്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, പ്രൊജക്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിറ്റററി അവാർഡ്സ്, സ്പോർട്സ് അവാർഡ്സ്, ഗ്രാമപഞ്ചായത്ത് അവാർഡ്സ്, ഇൻഡെക്സ് റേറ്റിംഗ്, പോർട്ടുകൾ, വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള പോർട്ടുകളെ പറ്റിയിട്ട്, ഒളിമ്പിക്സ്, ഫിഫ വേൾഡ് കപ്പ്, IPL, T20 ക്രിക്കറ്റ് വേൾഡ് കപ്പുകൾ, ദെൻ കോർട്ട് റിലേറ്റഡ് CA ഉണ്ടെങ്കിൽ അത്, ഇതൊക്കെ CA ആണ് അല്ലെ, CA റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്.
മൗണ്ടെയിനുകളെ പറ്റിയിട്ട്, ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റിയിട്ട്, ദെൻ ഫേമസ് ബുക്കുകളെ പറ്റിയിട്ടും അതിന്റെ ഓതേഴ്സിനെ പറ്റിയിട്ടും, ബാങ്കിങ് സിയെ പറ്റിയിട്ട്, നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ്, സ്പേസ് മിഷനുകൾ, ISRO സ്പേസ് മിഷനുകളെ കുറിച്ചിട്ട്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള CA ഉണ്ടെങ്കിൽ അത്, മേജർ സ്പോർട്സ് ഇവന്റുകൾ, അതിന്റെ വെന്യൂസ്, വിന്നേഴ്സ്, ഇൻഡെക്സ് റേറ്റിംഗ്, മിലിറ്ററി എക്സസൈസുകൾ, വാട്ടർ ബോഡീസ്, അത് കേരളത്തിലെയും ഇന്ത്യയിലെയും വാട്ടർ ബോഡീസ്, ബേസിക് ഫാക്ട്സ് ഓഫ് അബൌട്ട് ഇന്ത്യ, ഫിസിയോഗ്രഫി, ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ബ്രിഡ്ജസ്, ടണലുകളെ പറ്റിയിട്ട്, കേരള റിനൈസൻസ്, ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വേരിയസ് സിവിലൈസേഷൻസ്, ലാസ്റ്റ് ഇലക്ഷനെ പറ്റി, നൊബേൽ പ്രൈസ് പോലെയുള്ള വിവിധ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രൈസുകളെ പറ്റിയിട്ട്, ഇന്ത്യൻ ഫോറസ്റ്റിനെ പറ്റിയിട്ട്, ഓഷ്യൻ മൂവ്മെന്റുകളെ പറ്റി, കനാലുകളെ പറ്റിയിട്ട്, ട്രേഡ്സിനെ പറ്റിയിട്ട്, ദെൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ഹൈക്കോടതി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകൾ, അമെൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിവിധ ആർട്ടിക്കിളുകളെ കുറിച്ചിട്ട്, BNS IPC പോലുള്ള കാര്യങ്ങളുടെ കമ്പാരിസൺസ്, കേരള ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ കേരളത്തിലെയും അതേപോലെ ഇന്ത്യയിലെയും വിവിധ കമ്മീഷനുകളെ കുറിച്ചിട്ട്, സൈബർ ക്രൈംസ്, നെറ്റ്വർക്കിംഗ്സ്, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി യൂണിറ്റ്, സ്റ്റേറ്റ് വിത്ത് ഹൈ പ്രൊഡക്ഷൻസ്, അതേപോലെ സ്റ്റേറ്റ് ഫെസ്റ്റിവൽസ്, റിസർച്ച് സ്റ്റേഷൻസ്, GI ടാഗ്, പീരിയോഡിക് ടേബിൾ, ഹ്യൂമൻ ബോഡി, ലോസ് ഓഫ് മോഷൻ പോലെയുള്ള 51 ടോപ്പിക്കൽ. ഈ ടോപ്പിക്കൽ എടുത്തിരിക്കുന്നത് PYQനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിന് മുമ്പ് വന്ന PYQനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ടോപ്പിക്കുകൾ പറഞ്ഞത്. ഈ 51 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതങ്ങ് പഠിച്ചു പോയാൽ GK ആൻഡ് ഹോട്ട് ടോപ്പിക്സ് അങ്ങ് സെറ്റ് ആയിട്ട് വരും. പക്ഷേ ഇതിന്റെ PDF, ഞാനിപ്പോൾ എടുക്കുന്ന PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാം അടിച്ചു കൊടുക്കുക, ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിസ്റ്റം ഉണ്ടാക്കുക. 4.5 മണിക്കൂറിന്റെ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് എഴുതി വെച്ച് അത് കംപ്ലീറ്റ് ചെയ്തൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിനിടയിൽ എന്ത് പ്രതിസന്ധി വന്നാലും മക്കളെ നിങ്ങൾ നന്നായി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതാണ് ബ്ലൂ പ്രിന്റ്. ഞാൻ എന്താണ് എക്സാമിന്റെ സിലബസ്, അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു ദിവസത്തെ എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യണം, അതിന്റെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ചിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക മക്കളെ? ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ വജ്ര ബാച്ച്. ഈ വജ്ര ബാച്ചിൽ ഒരു ദിവസം വരുന്ന സ്റ്റഡി പ്ലാൻ ആണ് ഇത് കണ്ടോ. 25/7 മുതലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും എന്തൊക്കെയാണ്. ഇന്നിപ്പോ തീയതി 4-ാം തീയതിയാണ്, 4/8 ആണ്. ഇന്ന് ട്യൂസ്ഡേ ആണ് മക്കളെ. ഇന്ന് ഇംഗ്ലീഷും റീസണിംഗുമാണ് അവർക്ക് പഠിക്കാൻ പോയത്. അതിൽ റീമ മിസ്സിന്റെയും ശരത് സാറിന്റെയും ക്ലാസ്സുകളാണ്. അവിടെ ആർട്ടിക്കിൾസിന്റെ ക്ലാസ് പോയിട്ടുണ്ട്, ബ്ലഡ് റിലേഷൻ പാർട്ട് 1 എന്ന് പറയുന്ന ക്ലാസ് പോയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് സിലബസിന്റെ വെയിറ്റേജിനനുസരിച്ചുള്ള പ്രാധാന്യം നമ്മൾ സ്റ്റഡി പ്ലാനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നാളെ എന്താ പോകുന്നത്? നാളെ വെനസ്ഡേ ആണ്. അവിടെ കറണ്ട് അഫെയറിനാണ് പ്രാധാന്യം കേട്ടോ. കറണ്ട് അഫെയർ വൈഷ്ണവ് സാറിന്റെയും രാഹുൽ സാറിന്റെയും 2 ഫാക്കൽറ്റീസ് ആണ് കറണ്ട് അഫെയർ എടുക്കുക. ഒന്ന് ആർട്ടമിസ് 2 ഉണ്ട്, സ്കീംസ് പാർട്ട് 1 ഉണ്ട്. ആർട്ടമിസ് 2 എന്താണ്? ISRO മിഷൻസ് വരും, സ്കീംസ്, ഇന്ത്യ കേരള സ്കീംസ് ഞാൻ ഓട്ടോപിക്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? ഇനി 6-ാം തീയതി എന്താ വരുന്നത്? തേഴ്സ്ഡേ റീസണിംഗ് വരുന്നുണ്ട്. അവിടെ വീണ്ടും ഇംഗ്ലീഷ് കയറി വരുന്നുണ്ട്. അവിടെ നോക്കിയേ ശരത് സാറ്, റീമ മിസ്, ബ്ലഡ് റിലേഷൻ പാർട്ട് 2 ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പോർട്ടന്റ് ആണ്. 7-ാം തീയതി നോക്കിയ ഫ്രൈഡേ അവിടെ ജോഗ്രഫി വരുന്നുണ്ട്, കറണ്ട് അഫെയർ വരുന്നുണ്ട്. അമൽ സാറിന് ഹിമാലയ പാർട്ട് 1, 2, രാഹുൽ സാറിന്റെ സ്കീംസ് പാർട്ട് 2. ഇങ്ങനെ കൃത്യമായ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇടുക. 2 ക്ലാസ് വീതമാണ്, 2 അല്ലെങ്കിൽ 3 ക്ലാസ് വീതമാണ് നിലവിൽ വരുന്നത്. നമ്മൾ അതിനുശേഷം ഒരു റിവിഷൻ കൂടി വരുന്നുണ്ട്. ഇത്രയും കുറച്ച് ക്ലാസ്സുകൾ ഇട്ട് സമയം എടുത്ത് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ബാച്ച് വജ്ര ബാച്ചാണ്. ഇനി മുന്നോട്ട് പോയി കഴിയുന്ന ബാച്ചുകളൊക്കെ ഒരു പക്ഷേ ഒരുപാട് കണ്ടന്റുകൾ, ചിലപ്പം 4-5 ക്ലാസ്സുകളൊക്കെ ഒരു ദിവസം തരേണ്ടി വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മുടെ വജ്ര ബാച്ച് ഓബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ, ഈ 3 ഘട്ടങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബാച്ചാണ് വജ്ര ബാച്ച്. ഒരു പക്ഷേ ഇത്രയും കൃത്യമായി പോകുന്ന ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. അതായത് ഇത്രയും ക്ലാസ്സുകളുടെ എണ്ണം കുറവ് വരുന്ന ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. മുന്നോട്ട് പോകുന്ന ബാച്ചുകളിലൊക്കെ ക്ലാസ്സുകളുടെ എണ്ണം നമുക്ക് കൂടിയേക്കാം. 5500 രൂപ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആണ്. 6500 ആണ് ബാച്ചിന്റെ ഫീസ്. 5500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും അതേപോലെ ഇന്റർവ്യൂവിനും തുല്യ പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഈ ബാച്ചിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും, എഡിറ്റോറിയൽ കിട്ടും, അതേപോലെ തന്നെ ഡെയിലി വൊക്കാബുലറി പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ദെൻ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് കിട്ടും. ഡെയിലി വീക്ക്ലി ബേസിസിലുള്ള എക്സാമുകൾ കിട്ടും. ഇങ്ങനെ
മെന്റർഷിപ്പ്, കൃത്യമായ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അമൽ സാറിനും എൻ്റെ മോട്ടിവേഷൻ സെഷൻസ് കിട്ടിയിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മൾ ഈ ബാച്ചിനെ കൊണ്ടുപോകുക. അപ്പൊ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. ഇല്ല എങ്കിൽ നേരെ ആപ്പിൽ കയറി പർച്ചേസ് ചെയ്തോടാം. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഇപ്പോൾ ആപ്പിൽ അവൈലബിൾ ആണ്, അവിടെ കയറി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താലും മതി. അപ്പൊ മക്കളെ ഇനി സമയം കളയാനില്ല, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം. 8281223366 നമ്പറിലോട്ട് വിളിച്ച് അഡ്മിഷൻ എടുത്തോ. ഞാനും കാണും, ബാച്ചിൽ കാണാം.